ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബയോമേറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള സ്ക്ലീറൻകൈമയാണ്. സോ നമ്മൾ പാരൻകൈമയും കോളൻകൈമയും ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ഫങ്ഷൻസും ഡിസ്കസ് ചെയ്തു, പിന്നെ ക്ലാസിഫിക്കേഷൻസും ഡിസ്കസ് ചെയ്തു. സോ സിംപ്ലി നമുക്ക് സ്ക്ലീറൻകൈമയും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു എസ്സേ ക്വസ്റ്റിൻ്റെ ആൻസറാണ് ആവുന്നത്. ദാറ്റ് ഈസ് റൈറ്റ് ഓർ ബ്രീഫ് എ നോട്ട് ഓഫ് ദി സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു 50 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് എസ്സേ ആയിരിക്കും ചോദിക്കുന്നത്. സോ നമുക്ക് സ്ക്ലീറൻകൈമ എന്താണെന്ന് നോക്കാം. They are rigid, non-living, supporting or mechanical tissue. Their cells are hard, thick-walled and devoid of protoplasm. Highly thickened and non-flexible cells, lignified and pitted with cellulose and lignin, simple and bordered pits. Sclerenchyma cells support and strengthen the non-extending regions and also form hard coat over the seeds and nuts. They act as a chief mechanical tissue of mature plant organs to withstand stress and strain. Also it support the soft tissues. സോ സ്ക്ലീറൻകൈമ സെൽസ് എന്ന് പറഞ്ഞാൽ റിജിഡ് ആണ്, നോൺ ലിവിങ് ആണ്, സപ്പോർട്ടിങ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ടിഷ്യൂസ് ആണ്. നമുക്കറിയാം കോളൻകൈമ സെൽസ് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അവർ നോൺ ലിവിങ് അല്ല, ലിവിങ് ആണ്. ലിവിങ് ആയിട്ടുള്ള മെക്കാനിക്കൽ ടിഷ്യൂ ആണ് കോളൻകൈമ. ഇനി സ്ക്ലീറൻകൈമയാണെങ്കിൽ നോൺ ലിവിങ് ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ ടിഷ്യൂ ആണ് സ്ക്ലീറൻകൈമ. ആൻഡ് ആൾസോ കോളൻകൈമ എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ ടിഷ്യൂ ആണ്, പക്ഷേ അവർ കുറച്ച് ഫ്ലെക്സിബിളാണ്, ഫ്ലെക്സിബിളും സ്ട്രെച്ചബിളൊക്കെ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. സ്ക്ലീറൻകൈമ സെൽസ് ആണെങ്കിൽ സ്ട്രെച്ചബിളൊന്നുമല്ല, അവർക്ക് നല്ല തിക്കായിട്ടുള്ള വോളും ഹാർഡായിട്ടുള്ളതാണ് സ്ക്ലീറൻകൈമ. ദെൻ പ്രോട്ടോപ്ലാസം ഉണ്ടെന്നാണ് നമ്മൾ പാരൻകൈമയ്ക്കും കോളൻകൈമയ്ക്കും പഠിച്ചത്. സ്ക്ലീറൻകൈമയാണെങ്കിൽ ഡിവോയ്ഡ് ഓഫ് പ്രോട്ടോപ്ലാസം ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു സെൽസ് ഹൈലി തിക്കൻഡ് ആണ്, ഹൈലി ഹാർഡാണ്, നോൺ സ്ട്രെച്ചബിൾ ആണ്, നോൺ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ഫ്ലെക്സിബിൾ ഒന്നുമല്ല, വലിച്ചു നീട്ടാനൊന്നും പറ്റത്തില്ല. പിന്നെ ലിഗ്നിഫൈഡ് ആണ്, പിറ്റഡ് ആണ്, പിറ്റ്സ് പ്രസൻ്റ് ആണ്, ലിഗ്നിഫൈഡ് ആണ്, സെല്ലുലോസും ലിഗ്നിനും പ്രസൻ്റ് ആണ്. സിമ്പിൾ ബോർഡേഡ് പിറ്റ്സ് ആണ് അവർക്കുള്ളത്. സിമ്പിളായിട്ടുള്ള ബോർഡറായിട്ടുള്ള പിറ്റ്സ് ആണ് അവർക്കുള്ളത്. പിറ്റ്സ് എന്ന് പറഞ്ഞാൽ സുഷിരങ്ങൾ. ദെൻ സ്ക്ലീറൻകൈമ സെൽസ് എന്താണ് ചെയ്യുന്നത്? നോൺ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള റീജിയൻസ്. നോൺ എക്സ്റ്റെൻഡ് റീജിയൻസിൽ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റെം പാർട്സ് എടുക്കാം. അപ്പോൾ സ്റ്റെം പാർട്സ് നോൺ എക്സ്റ്റെൻഡിങ് ആയിട്ടുള്ള, അതായത് നമുക്ക് ഫ്ലെക്സിബിൾ ആവാൻ പാടില്ല. സ്റ്റെംസ് ഫ്ലെക്സിബിൾ ആവേണ്ട കാര്യമില്ലല്ലോ. ഫ്ലെക്സിബിൾ ആവേണ്ട, നോൺ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട, നമുക്ക് വലിച്ചു നീട്ടാനൊന്നും പറ്റാത്ത നോൺ എക്സ്റ്റെൻഡിങ് ആയിട്ടുള്ള റീജിയൻസിന് നല്ല സപ്പോർട്ടും സ്ട്രെങ്തും എല്ലാം കൊടുക്കുന്നതായിരിക്കും. ഫ്ലെക്സിബിൾ ആവണമെങ്കിൽ ആവാം, പക്ഷേ നല്ല സപ്പോർട്ടും സ്ട്രെങ്തും കൊടുക്കുന്ന സെൽസാണ് സ്ക്ലീറൻകൈമ സെൽസ്. ഇനി ചില ഭാഗങ്ങളിൽ അല്ലാത്തതുണ്ട്. ഇനി നോൺ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവിടെയുണ്ട് സപ്പോർട്ടിങ് മെക്കാനിക് ടിഷ്യൂ. അതേതാണ്? കോളൻകൈമയാണ്. ഇവിടെ നോൺ ഫ്ലെക്സിബിളും നോൺ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫങ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് സ്ക്ലീറൻകൈമയാണ്. ദെൻ സ്ക്ലീറൻകൈമ സെൽസ് ആൾസോ ഫോംസ് എ ഹാർഡ് കോട്ട് ഓവർ ദ സീഡ്സ് ആൻഡ് നട്ട്സ്. സീഡ്സിൻ്റെയും നട്ട്സിൻ്റെയും ചുറ്റുമായിട്ട് ഒരു ഹാർഡ് കോട്ടും സ്ക്ലീറൻകൈമ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ് ഓർഗൻസിൻ്റെ ചീഫ് മെക്കാനിക്കൽ ടിഷ്യൂ എന്ന് പറയുന്നത് സ്ക്ലീറൻകൈമയാണ്. ആൻഡ് ആൾസോ ചില സോഫ്റ്റ് ടിഷ്യൂസിനും സപ്പോർട്ട് സ്ക്ലീറൻകൈമ സെൽസ് കാണിക്കുന്നുണ്ട്. ഇനി സ്ക്ലീറൻകൈമ സെൽസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ദേ ആർ ക്ലാസിഫൈഡ് ഇൻടു 2 ഫൈബേഴ്സ് ആൻഡ് സ്ക്ലീറൈറ്റ്സ്. ഫസ്റ്റ് നമുക്ക് ഫൈബേഴ്സ് നോക്കാം. Fibers are long, thick-walled, unbranched and spindle-shaped with a narrow lumen and interlocking tips. Narrow lumen, lignified secondary cell wall having small pits. Fibers provide maximum rigidity and elasticity to the plant organs. സോ ലോങ് ആയിട്ടുള്ള സെൽസാണ് ഫൈബേഴ്സ്. സ്ക്ലീറൻകൈമ സെൽസ് തിക്ക് വാൾഡ് ആണ്. സോ ഫൈബേഴ്സും തിക്ക് വാൾഡ് ആണ്. ബ്രാഞ്ച്ഡ് അല്ല, അൺബ്രാഞ്ച്ഡ് ആണ്. ദെൻ സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. സ്പിൻഡിൽ ഷേപ്ഡ് നമുക്കറിയാം, ഫ്യൂസിഫോം ഷേപ്പ് എന്നൊക്കെ പറയത്തില്ല. അപ്പോൾ സ്പിൻഡിൽ ഷേപ്പാണ് എന്ന് പറയുന്നത് ഫൈബേഴ്സിന്. പിന്നെന്താ, നാരോ ലൂമനാണ്. നല്ല ലൂമൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ക്യാവിറ്റിയാണ് ലൂമൻ എന്ന് പറയുന്നത്. നാരോ ആയിട്ടുള്ള നല്ല തിന്നായിട്ടുള്ള ലൂമനാണ്. ഇൻ്റർലോക്കിംഗ് ടിപ്സാണ്. രണ്ട് ടിപ്പിലും ഇൻ്റർലോക്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ലോക്ക്ഡ് ആണ്, കണ്ടിന്യൂഷൻ അല്ല, ഒരു സെല്ലിൽ ലോക്ക്ഡ് ആണ്. പിന്നെ ഉള്ളത് നാരോ ലൂമനാണ്. ലിഗ്നിഫൈഡ് ആണ്. അവരുടെ സെക്കൻഡറി വാളാണ് ലിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. പിന്നെ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്, പിറ്റ്സ് ഉണ്ട്. ഇവർ മാക്സിമം റിജിഡിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്, പ്ലാന്റ് ഓർഗൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫൈബേഴ്സിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഫിഗറിൽ നോക്കിയാൽ കാണാം. ഫിഗറിൽ പിറ്റ്, ലൂമൻ, സെൽവാൾ 3 എണ്ണമാണ് അടയാളപ്പെടുത്തിയേക്കുന്നത്. പിറ്റ് ഉണ്ട്. പിറ്റ് സെക്കൻഡറി വോളിലാണ്, വോളിൽ തൊട്ട് പ്രൈമറി വോളിലേക്കുള്ളൊരു സുഷിരം പോലുള്ളൊരു പിറ്റ്. പിന്നെ ലൂമൻ നോക്കൂ, നാരോ ആയിട്ടുള്ള നൈസ് മീൻസ് തിൻ ആയിട്ടുള്ള ലൂമൻ ഉണ്ട്. പിന്നെ സെൽവാൾ. പിന്നെ സെക്കൻഡറി വോളാണ് ലിഗ്നിഫൈഡ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഫൈബേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഫൈബേഴ്സ് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സൈലറി ഫൈബേഴ്സ്, എക്സ്ട്രാ സൈലറി ഫൈബേഴ്സ്, സർഫസ് ഫൈബേഴ്സ്. ഇത് ഫൈബേഴ്സൊക്കെ ഇരിക്കുന്ന പൊസിഷൻ അനുസരിച്ചാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സൈലറി ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ സൈലത്തിലായിരിക്കും സൈലറി ഫൈബേഴ്സ് കാണപ്പെടുന്നത്, അതിൻ്റെ പേര് പോലെ തന്നെ. ഇതിന് വേറൊരു പേര് പറയാം, വുഡ് ഫൈബേഴ്സ്. അപ്പോൾ സൈലറി ഫൈബേഴ്സ് അല്ലെങ്കിൽ വുഡ് ഫൈബേഴ്സ്. പിന്നെ ഈ സൈലറി ഫൈബേഴ്സ് ട്രക്കൈറ്റ്സുമായിട്ട് കുറച്ച് റിസംബിൾസ് ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ ഫൈബർ ട്രക്കൈറ്റ്സ് എന്ന് പറയുന്നുണ്ട്. എന്താണ് എൻ്റെ റിസംബിൾ എന്ന് പറഞ്ഞാൽ ലെസ് കോൺസ്പീഷ്യസ് ആയിട്ടുള്ള ബോർഡഡ് പിറ്റാണ് അവർക്കുള്ളത്. പിന്നെ എക്സ്ട്രാ സൈലറി ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ സൈലത്തിന് പുറത്തുള്ളതാണ് എക്സ്ട്രാ സൈലറി ഫൈബേഴ്സ്. ഇവരെ ബാസ്റ്റ് ഫൈബേഴ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവർ ഫ്ലോയത്തിലാണ് കാണുന്നത്. ഓക്കെ. പിന്നെ സർഫസ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ സീഡ് കോട്ടിലും ഫ്രൂട്ടിൻ്റെ വോൾസിലൊക്കെ കാണുന്നതാണ് സർഫസ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. മീൻസ് നമുക്കറിയാം കോക്കനട്ടിൻ്റെ ഷെല്ലിലെ ഫ്രൂട്ടിൻ്റെ വോളിലായിട്ട് ഫൈബേഴ്സ് ഉണ്ട്. അതൊക്കെയാണ് സർഫസ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ ഫൈബേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ്റെ ഒരു ടേബിൾ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു, അതിൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എക്കണോമിക് ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ ഫൈബറിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് സോഫ്റ്റ് ഫൈബറും 2 ഹാർഡ് ഫൈബറും. സോഫ്റ്റ് ഫൈബറിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പേപ്പേഴ്സ് ഓഫ് കോട്ടൺ, ജൂട്ടൊക്കെയാണ്. ഹാർഡ് ഫൈബേഴ്സ് ലീവ്സ് ഓഫ് അബാക്ക ആൻഡ് സിസർ. ഇത് മെൻഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഡയറക്റ്റായിട്ടൊന്നും ചോദിക്കത്തൊന്നുമില്ല. പിന്നെ ഓർമ്മ വരുവാണെങ്കിൽ എഴുതണം, അത്രയേ ഉള്ളൂ. എസ്എ ക്വസ്റ്റ്യൻ അല്ലേ, അപ്പം ഇത് ഈ പോയിന്റ് പോയെന്നും പറഞ്ഞ് വലിയ പ്രശ്നമൊന്നുമില്ല. നെക്സ്റ്റ് ഫൈബേഴ്സ് കഴിഞ്ഞു. അടുത്തെന്ന് പറയുന്നത് സ്ക്ലീറൈറ്റ്സ് ആണ്. സ്ക്ലീറൈറ്റ്സ് ഷോർട്ടാണ്, വേരിയസ്ലി ഷേപ്ഡ് ആണ്, ഹൈലി തിക്കൻഡ് ആണ്, ലിഗ്നിഫൈഡ് ആണ്, നാരോ ലൂമിനാണ്, ലോങ് ആൻഡ് ട്യൂബുലാർ സിമ്പിൾ പിറ്റ്സ് ആണ്. നമ്മൾ ഫൈബേഴ്സ് പഠിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഫിഗർ ഓർത്തിരിക്കുക, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ സ്ക്ലീറൈറ്റ്സ് ഒരു റൗണ്ട് ഷേപ്പിലൊക്കെയാണ് നമുക്ക് ഫിഗർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ഷേപ്സ് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ അതും ഹൈലി തിക്കൻഡ് ആണ്, ലിഗ്നിഫൈഡ് ആണ്. അതൊക്കെ നാച്ചുറലി നമ്മൾ സിമ്പിളായിട്ടുള്ള ബേസിക് ക്യാരക്ടേഴ്സ് വെച്ച് എഴുതണം. പിന്നെ അവർക്ക് നാരോ ലൂമിനാണ്. ലൂമൻ നല്ല ലോങ് ആയിട്ടുള്ള ലൂമനാണ്. ട്യൂബുലാറും ലോങ്ങും ആയിട്ടുള്ള പിറ്റാണ് അവർക്കുണ്ട്. അവരുടെ സുഷിരങ്ങളെന്ന് പറയുന്നത് സെൽവാളിൻ്റെ അങ്ങനെയല്ല, ട്യൂബുലാറായിട്ട് ലോങ് ആയിട്ടുള്ള സിമ്പിൾ പിറ്റ്സ് ആണ് സ്ക്ലീറൈറ്റ്സിനുള്ളത്. ഫൈബേഴ്സിനാണെങ്കിൽ എന്തെങ്കിലും പിറ്റ്സാണ്, സിമ്പിൾ ബോർഡേഡ് പിറ്റ്സാണ് അവർക്കുള്ളത്. നമ്മളുടെ സെൽവാൾസിനെ ബോർഡർ ചെയ്തുകൊണ്ടുള്ള ചെറിയ ചെറിയ സുഷിരങ്ങളാണ് ഫൈബേഴ്സിനുള്ളത്. സ്ക്ലീറൈറ്റ്സിനാണെങ്കിൽ ലോങ് ട്യൂബുലാർ സിമ്പിൾ പിറ്റ്സാണ് ഉള്ളത്. പിന്നെ ഷോർട്ട് വേരിയസ്ലി ഷേപ്പ്, ഒരുപാട് വ്യത്യസ്ത ഷേപ്പിലാണ് സ്ക്ലീറൈറ്റ്സ് ഉള്ളത്. ബട്ട് ഫൈബേഴ്സിനാണെങ്കിൽ ഏത് ഷേപ്പാണ്, ഫൂസിഫോം അല്ലെങ്കിൽ സ്പിൻഡിൽ ഷേപ്ഡ് ഒരു സ്ട്രക്ചറാണ് ഫൈബേഴ്സിനുള്ളത്. സോ ഇത് രണ്ടും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ക്യാരക്ടേഴ്സ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അടുത്തതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് സ്ക്ലീറൈറ്റ്സിൻ്റെ. കുറച്ച് തിരിഞ്ഞു മറിഞ്ഞു പോകുന്ന ഇതാണ്, പക്ഷേ നമുക്ക് ജസ്റ്റ് പോയിൻ്റായിട്ട് പഠിക്കാം. 5ആയിട്ടാണ് സ്ക്ലീറൈറ്റ്സ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ബ്രാക്കി സ്ക്ലീറൈറ്റ്സ് ഓർ സ്റ്റോൺ സെൽസ്, മാക്രോ സ്ക്ലീറൈറ്റ്സ് ഓർ ദി മാൽഫീജിയൻ സെൽസ്, ഓസ്റ്റിയോസ്ക്ലീറൈറ്റ്സ് ഓർ ദ ബോൺ-ലൈക്ക് സ്ക്ലീറൈറ്റ്സ്, ആസ്ട്രോസ്ക്ലീറൈറ്റ്സ്, ദെൻ ട്രൈക്കോസ്ക്ലീറൈറ്റ്സ്. ഫസ്റ്റ് നമുക്ക് ബ്രാക്കി സ്ക്ലീറൈറ്റ്സ് അല്ലെങ്കിൽ സ്റ്റോൺ സെൽസ് നോക്കാം. ബ്രാക്കി സ്ക്ലീറൈറ്റ്സ് ഷോർട്ടാണ്, ചെറിയ സാധനമാണ്. മാത്രമല്ല അതിന് വേറൊരു പേര് സ്റ്റോൺ സെൽസ് എന്നാണ്. പിന്നെ ഇത് എവിടെയൊക്കെയാണ് കാണുന്നത്, പിത്തിലും കോട്ടക്സിലും ഒക്കെയാണ് കാണുന്നത്. മാത്രമല്ല നമ്മൾ കോക്കനട്ടിൻ്റെയൊക്കെ ഫ്ലഷി പെരികാർപ്പ് പോർഷൻ എന്ന് പറയുമ്പം നമ്മൾ എൻഡോകാർപ്പ്, പെരികാർപ്പ് എന്ന് പറഞ്ഞ് സീഡിലൊക്കെ പഠിക്കത്തില്ലേ. അപ്പോൾ കോക്കനട്ടിൻ്റെ കേസിൽ അതിൻ്റെ ഫ്ലഷ് പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ പെരികാർപ്പ് പോർഷനാണ്. ഈ പെരികാർപ്പ് പോർഷനിൽ കാണുന്നതാണ് ബ്രാക്കി സ്ക്ലീറൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല ബാക്കിയുള്ള ചില ഫ്ലഷി പാർട്ട് ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഫ്ലഷി പാർട്സിലും ഇത് കാണുന്നുണ്ട്. ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഫ്ലഷി പാർട്സിൽ കാണുന്ന ബ്ലാക്കി സ്ക്ലീറൈറ്റ്സ് അല്ലെങ്കിൽ സ്റ്റോൺസിൻ്റെ വേറൊരു പേരും കൂടെ പറയും, അതാണ് ഗ്രിറ്റ് സെൽസ് എന്ന് പറയുന്നത്. സോ അതിന് 3 പേരുണ്ട്, ബ്രാക്കി സ്ക്ലീറൈറ്റ്സ് ഓർ സ്റ്റോൺ സെൽസ്, ദെൻ ഗ്രിറ്റ് സെൽസ്. ഗ്രിറ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ ഫ്ലഷി പാർട്സ്, ഫ്രൂട്ട്സിൻ്റെ ഫ്ലഷി പാർട്സിൽ കാണുന്ന സെൽസിനെയാണ് ഗ്രിറ്റ് സെൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഗോവ, ദെൻ സപ്പോട്ടയുടെയൊക്കെ പുറത്തായിട്ട് ഒരു ഫ്ലഷ് ആയിട്ടുള്ള പാർട്ടുണ്ട്, ആ പാർട്ടാണ് ഗ്രിറ്റ് സെൽസ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ മാക്രോസ്ക്ലീറൈറ്റ്സ് ഓർ ദ മാൽപീജിയൻ സെൽസ്. മാക്രോസ്ക്ലീറൈറ്റ്സ് ഷോർട്ടാണ്, റോഡ് ലൈക്ക് ഓർ കോളം ലൈക്ക് ആണ്. റോഡ് ഷേപ്പ് അല്ലെങ്കിൽ കോളം ഷേപ്ഡാണ് മാക്രോസ്ക്ലീറൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ സീഡ് കോട്ടിൻ്റെ ഔട്ടർ ലെയർ അല്ലെങ്കിൽ ടെസ്റ്റാണ് ഔട്ടർ ലെയർ അല്ലെങ്കിൽ ടെസ്റ്റ് സീഡ് കോട്ടിനിലേക്ക് കാണുന്നത് മാക്രോസ്ക്ലീറൈറ്റ്സ് ആണ്.
ഫോർ എക്സാമ്പിൾ ലീവ്സിൽ സ്റ്റെം കോർട്ടെക്സ് ഓഫ് സെറോഫൈറ്റ്സിലൊക്കെ കാണപ്പെടുന്നു. ഇതൊക്കെ ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. അതിൻ്റെ ഒരു സ്ട്രക്ചറും പിന്നെ അതിൻ്റെ ഔട്ടർ ലെയർ എവിടെയാണ് കാണുന്നതെന്ന് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തതും പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എളുപ്പമായിരിക്കും. പേര് ബൈ ഹാർട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ഉള്ളത് ഓസ്റ്റിയോസ്ക്ലീറൈറ്റ്സ് അല്ലെങ്കിൽ ബോൺ ലൈക്ക് സ്ക്ലീറൈറ്റ്സ്. ഓസ്റ്റിയോസ്ക്ലീറൈറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ ബോൺ ഓർമ്മ വരും. ഓസ്റ്റിയോ വരുമ്പോൾ ബോൺ ആയിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. സോ ഓസ്റ്റിയോസ്ക്ലീറൈറ്റ്സ് അല്ലെങ്കിൽ ബോൺ ലൈക്ക് സ്ക്ലീറൈറ്റ്സ്. ഇവർ ഷോർട്ടല്ല, ലോങ് ആണ്. ലോങ് അല്ലെങ്കിൽ ഷാഫ്റ്റ് ലൈക്ക് ക്യാരക്ടറാണ്. ദെൻ കോളംനാർ ആണ്. ഡൈലേറ്റഡ് ആയിട്ടുള്ള എൻഡ്സ് ആണുള്ളത്. ലോബ്ഡ് എൻഡ്സ് ആണ്. ദെൻ ഇവർ കാണുന്നത് സീഡ് കോട്ടിലും ഫ്രൂട്ടിൻ്റെ വോൾസിലുമാണ്. ഒരുവിധമുള്ള ഇതിൽ പറഞ്ഞേക്കുന്ന എല്ലാം സീഡ് കോട്ടും ഫ്രൂട്ട്സിൻ്റെ വോൾസിലൊക്കെ തന്നെയാണ് കാണുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ പറയുമ്പോൾ ജസ്റ്റ് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഇതൊന്നും ഡയറക്റ്റ്ലി ക്ലാസിഫിക്കേഷൻ ഓഫ് സ്ക്ലീറൈറ്റ്സ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ഒന്നും വരത്തില്ല. ഇതൊക്കെ എസ്സേയുടെ ഇടയിൽ എഴുതാനുള്ളതാണ്. സോ ജസ്റ്റ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം പഠിച്ചാൽ മതി. എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കാം, മറന്നു പോയെന്ന് പറഞ്ഞ് ടെൻഷനൊന്നും അടിക്കണ്ട. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗമൊന്നുമല്ല. ഈ സ്ക്ലീറൈറ്റ്സ് ക്ലാസിഫിക്കേഷൻ ഒന്നും ഇങ്ങനെ എടുത്ത് ചോദിക്കത്തില്ല, എസ്സേ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. മെയിൻകാരുടെ കാര്യമല്ല, കോംപ്ലിക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. മെയിൻ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ നോട്ട് തന്നെ പഠിച്ചാൽ മതി. ബട്ട് മറന്നു പോവാതെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആസ്ട്രോസ്ക്ലീറൈറ്റ്സ്. ആസ്ട്രോസ്ക്ലീറൈറ്റ്സ് അല്ലെങ്കിൽ അതിനെ ആസ്റ്റീറോസ്ക്ലീറൈറ്റ്സ് ഓർ സ്റ്റാർ സ്ക്ലീറൈറ്റ്സ് എന്നും പറയും. ഇവർ ഷോർട്ടാണ്, റെഗുലർലി ബ്രാഞ്ച്ഡ് ആണ്. പിന്നെ ഇവർ ലീവ്സിൻ്റെ മീസോഫിൽസിൻ്റെയൊക്കെ ഇൻ്റർസെല്ലാർ സ്പേസസിലൊക്കെയാണ് കാണുന്നത്. ദെൻ ട്രൈക്കോസ്ക്ലീറൈറ്റ്സ് സ്ലെൻഡർ ഷേപ്പാണ്, ഹെയർ ലൈക്ക് അപ്രോച്ചാണുള്ളത്. ബ്രാഞ്ച്ഡ് ആണ്. അവർ ബ്രാഞ്ച്ഡ് ആയിട്ടാണ് ട്രൈക്കോസ്ക്ലീറൈറ്റ്സ് കാണുന്നത്. ഫൈബേഴ്സിന് സിമിലർ ആയിട്ടുള്ളതാണ് ട്രൈക്കോസ്ക്ലീറൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ പോർഷനിൽ പറയാനുള്ളത് വേറെ ഉണ്ട്. ടെക്സ്റ്റൈൽ ഫൈബേഴ്സ്, ബാസ് ഫൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പോർഷനുണ്ട്. അത് പക്ഷേ അതും വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് ടെസ്റ്റിൽ മാത്രം വായിച്ചിരുന്നാൽ മതി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതല്ല. പിന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫൈബേഴ്സ് ഉണ്ട്. അതും ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മാത്രം മതി. അതിൽ ഇനി വലുതായിട്ട് പഠിക്കാനൊന്നുമില്ല. വായിച്ച് നോക്കി പഠിക്കാനുള്ളത്. നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ പോർഷനൊക്കെ ഒരുവിധം ഒന്ന് വിട്ട് കളയണമെന്നല്ല, വായിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാനുള്ള പോർഷനാണ്. ഇതൊരിക്കലും വിട്ടിട്ട് കളിക്കരുത്. ഇതിലെ പോയിൻറ്റ്സ് ഇത്രയും പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് മുഴുവൻ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പോയിൻറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തണം. ഇത് പഠിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു. ഈ പോർഷനിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കിന് വായിക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് വേറെയുള്ള എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫൈബേഴ്സൊക്കെ ഉണ്ട്, അതൊന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ ഫങ്ഷൻസ് ഓഫ് സ്ക്ലീറൈറ്റ്സും ഫങ്ഷൻസ് ഓഫ് ഫൈബേഴ്സും ഉണ്ട്. ഇത് നമ്മൾ പറഞ്ഞ നമ്മൾ ഓൾറെഡി ഫങ്ഷൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഏതിലാണ് നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക്സിൽ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതും വലിയ ഇതൊന്നുമില്ല. ഫങ്ഷൻസും സിമ്പിളാണ്. നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞതിൽ തന്നെ ഉണ്ട്. സപ്പോർട്ട് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക. ഫൈബേഴ്സ് ആണെങ്കിൽ എന്താണ്? ഫൈബേഴ്സ് ആണെങ്കിൽ എക്സ്റ്റെൻഡിങ് എൻസിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ മാക്സിമം റിജിഡിറ്റി ഇലാസ്റ്റിറ്റി കൊടുക്കുന്നു, അതൊക്കെ. പിന്നെ ഉള്ള സ്ക്ലീറൈറ്റ്സിലാണെങ്കിലും സപ്പോർട്ടിങ് ഫങ്ഷൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് സിമ്പിളായിട്ട്. പിന്നെ എവിടെ കാണുന്നു? സീഡ് കോട്ടിൽ കാണുന്നത്, ഫ്ലഷി പാർട്സിൽ കാണുന്നതൊക്കെ ഫങ്ഷൻ പാർട്ടായിട്ട് നമുക്ക് എഴുതാം. സോ സ്ക്ലീറൈറ്റ്സ്, ഫൈബേഴ്സ് ഇതൊക്കെയാണ്. പിന്നെ ഫങ്ഷൻസും മറ്റേ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫൈബേഴ്സും ബാക്കിയുള്ള കുറച്ച് ചെറിയൊരു ടെക്സ്റ്റൈൽ ഫൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പോർഷൻ ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് വയ്ക്കുക. സോ നമ്മൾ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞൊരു എസ്സേ ചോദിച്ചാൽ ഇത്ര മാത്രം എഴുതിയാൽ മതി. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ എസ്സേ ചോദിക്കുമ്പോൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫൈബേഴ്സ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഫങ്ഷൻസ് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി. ഫങ്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് എഴുതരുത്. മെയിനായിട്ട് ഇതിൻ്റെ ക്യാരക്ടേഴ്സ്, ഓരോ സെൽസിൻ്റെ ഇപ്പോൾ ഫൈബേഴ്സ് ആയാലും സ്ക്ലീറൈറ്റ്സ് ആയാലും അതിൻ്റെ ക്യാരക്ടേഴ്സ് ബേസിക് ക്യാരക്ടേഴ്സ്, പാരൻകൈമ ആയാലും കോളൻകൈമ ആയാലും സ്ക്ലീറൻകൈമ ആയാലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. പിന്നെ അതിൻ്റെ അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ജസ്റ്റ് കുറച്ച് പോയിൻറ്റ്സ്, ആ ക്ലാസിഫിക്കേഷൻ എന്താണ് എന്നെഴുതാം. ഫങ്ഷൻസ് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മാത്രം മതി. ഫങ്ഷൻസ് എസ്സേയുടെ ഇടയിൽ മെൻഷൻ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു ഹെഡിങ് ആയിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. സോ 50 മാർക്സിന് മെയിനായിട്ട് ഇതല്ലേ ചോദിക്കുന്നത്. ഒരു 6 മാർക്കിനൊക്കെ ഇത് ചോദിക്കും. 15 മാർക്കിനാണെങ്കിൽ ചോദിക്കുന്നതെങ്കിൽ ഇതായിരിക്കത്തില്ല ചോദിക്കുന്നത്. 50 മാർക്സിന് ചോദിക്കുമ്പോൾ ഫുൾ ടിഷ്യൂസ് എഴുതേണ്ടി വരും. ഓയിൽ ഗ്ലാൻസ്, സെക്രീറ്ററി ടിഷ്യൂസും എല്ലാം എഴുതേണ്ടി വരും. മെരിസ്റ്റമറ്റിക് ടിഷ്യൂസും എല്ലാം എഴുതിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസിൻ്റെ ഇത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് പോർഷൻ. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ സ്റ്റേ ട്യൂൺഡ്. നല്ലപോലെ പഠിക്കുക. താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.